നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്സവപ്പറമ്പുകളിലെ ഷോകളിലും സിനിമകളിലെ നല്ലവനായ ഉണ്ണിയുമായി കളം നിറഞ്ഞ രമേശ് പിഷാരടി ഇപ്പോൾ കേരള നിയമസഭയിലെ MLA ആണ്. പാലക്കാട് MLA ആയ പിഷാരടിയുടെ നിയമസഭയിലെ കന്നി പ്രസംഗവും മികച്ചു നിന്നു. സാമാജികരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ടാണ് ലളിതമായ പ്രസംഗം പിഷാരടി നടത്തിയത്. നിയമസഭയിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പിഷാരടി നടത്തിയ കന്നി പ്രസംഗം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഇപ്പോൾ വൻ ചർച്ചയായിരിക്കുകയാണ്. പണവും പത്രാസും കാട്ടി ജനങ്ങളെ വിലക്കെടുക്കാമെന്ന് മോഹിച്ച LDFന് പാലക്കാട്ടെ വോട്ടർമാർ നൽകിയ മറുപടിയെക്കുറിച്ച് പിഷാരടി നിയമസഭയിൽ തുറന്നടിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. CPMനെ കൊട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പാലക്കാട് MLA ആയി തന്നെ നിയമസഭയിലേക്ക് അയച്ച ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. പണം കൊടുത്ത് ആരെയും വിജയിപ്പിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാട്ടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഇതെന്ന് പ്രതിപക്ഷ ബെഞ്ചിനെ ഉന്നമിട്ട് പിഷാരടി പറഞ്ഞു. ഭരണപക്ഷത്തിന്റെ മുഖത്ത് നോക്കി പിഷാരടി ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ സഭയിൽ ഭരണപക്ഷ നിരയിൽ നിന്ന് വൻ കയ്യടിയാണ് ഉയർന്നത്. വെറും പണക്കൊഴുപ്പ് കൊണ്ടോ PR വർക്കുകൾ കൊണ്ടോ പാലക്കാട്ടെ കർഷകരെയും സാധാരണക്കാരെയും വിലക്കെടുക്കാൻ LDFന് സാധിക്കില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായെന്ന് പിഷാരടി പരിഹസിച്ചു. പാലക്കാട്ടെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഈ പുതിയ UDF ബജറ്റിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന വാഗ്ദാനം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കർഷകർ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഭരണപക്ഷത്തിന്റെ പഴയ അഹങ്കാരം പിടിച്ച ക്യാപ്ഷനെ പിഷാരടി സഭയിൽ കീറി മുറിച്ചു വിമർശിച്ചു. മറ്റാരെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കടുത്ത രാഷ്ട്രീയ വർഗീയതയാണ് LDFനുള്ളതെന്ന് പിഷാരടി കുറ്റപ്പെടുത്തി. താൻ പാലക്കാട്ടെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് തന്റെ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് തന്നെ ചീത്ത വിളിച്ച സൈബർ സഖാക്കളുടെ അസഹിഷ്ണുത അദ്ദേഹം പ്രസംഗത്തിൽ തുറന്നുകാട്ടി. എതിർ പാർട്ടിയിലുള്ള ഒരാൾക്ക് ചോറ് കൊടുത്തതിന്റെ പേരിൽ സ്വന്തം അണിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ CPMന്റെ കടുംപിടുത്തത്തിന്റെ ചരിത്രവും പിഷാരടി സഭയിൽ ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ട് താൻ കോൺഗ്രസുകാരനായി എന്നും അദ്ദേഹം വിശദീകരിച്ചു. 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യത്തെ സാക്ഷരത വെറും 12%, ശരാശരി ആയുസ് 35 വയസ്സും മാത്രമായിരുന്നു. അവിടെ നിന്നും 54 വർഷത്തെ ഭരണം കൊണ്ട് ഹരിത വിപ്ലവത്തിലൂടെയും IT വിപ്ലവത്തിലൂടെയും കോൺഗ്രസ് ഇന്ത്യയെ നട്ടലുള്ള രാജ്യമാക്കി മാറ്റി. അങ്ങനെ കോൺഗ്രസ് നിവർത്തി നിർത്തിയ കയ്യിൽ മൊബൈൽ ഫോണുള്ള ഒരു ഇന്ത്യയാണ് 10 വർഷം മുൻപ് BJPക്ക് കിട്ടിയത്. കോൺഗ്രസ് 60 കൊല്ലം കൊണ്ട് എന്തുണ്ടാക്കിയെന്ന് ചോദിക്കുന്നവർക്ക് ഇതൊരു മറുപടിയാണെന്നും പിഷാരടി ആഞ്ഞടിച്ചു. തന്റെ ഗുരുസ്ഥാനം കൂടിയായ നടൻ സലീം കുമാറിന് പുതിയ UDF ബജറ്റിൽ 1 കോടി രൂപയുടെ സ്മാരകം പ്രഖ്യാപിച്ചതിന് ധനകാര്യമന്ത്രിയെ പിഷാരടി പ്രത്യേകം അഭിനന്ദിച്ചു. സ്മാരകം എന്ന് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പ്രതിമയാണ് എന്ന് കരുതും. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടാകും. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്തെങ്കിലും പദ്ധതിയായിരിക്കുമെന്ന് സർക്കാർ ഉടൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഈ മികച്ച ബജറ്റിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടാണ് പിഷാരടി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നമ്മുടെ ബജറ്റാണ്, അതുകൊണ്ട് വേണമെങ്കിൽ ബജറ്റ് ലോകമെങ്ങും വിളങ്ങിയിടാൻ എന്ന പാട്ടൊക്കെ പാടാം, അത് ചെയ്യുന്നില്ല എന്നാണ് കാരണഭൂതൻ പാട്ടിനെ പരിഹസിച്ച് പിഷാരടി പറഞ്ഞത്. ഇങ്ങനെ സഭയെ ചിരിപ്പിക്കുകയും അതേസമയം പ്രതിപക്ഷത്തിന് കൃത്യമായ കൊട്ട് നൽകുകയും ചെയ്ത പിഷാരടി നിയമസഭയിലെ തന്റെ കഞ്ഞിപ്രസംഗം പൂർത്തിയാക്കുകയായിരുന്നു, കയ്യടി നേടുകയായിരുന്നു.